ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നരേനിങ്ങനെ കാവേരിനെ പിടിച്ച് നിൽക്കുന്നത് സീമ കണ്ടുവരികയാണ് കേട്ടോ. സീമയ്ക്ക് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. സീമയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ജഗ് താഴെ വീണ് പൊട്ടുകയാണ്. അത് പൊട്ടുമ്പോഴാണ് നരേനെ സീമനെയും കാണുന്നത്. പെട്ടെന്ന് തന്നെ കാവേരി താഴ്ത്തിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും കാവേരി ഇയാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈതാ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടാണ് കേട്ടോ. അപ്പോൾ കാവേരിനെ പിടിക്കണോ വേണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സീമനെ കാണുമ്പോൾ നരേനാകെ നടക്കട്ടെ എനിക്ക് പൊടി എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോകാണ് കേട്ടോ. അപ്പോൾ സീമയുടെ അടുത്തെത്തുമ്പോൾ ഭയങ്കര ചമ്മലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് സൈഡ് തരും പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം പോകുകയാണേ. കാവേരിയാണെന്നുണ്ടെങ്കിൽ സീമയുടെ മുന്നിൽ ചമ്മലോട് കൂടിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ സീമ പറഞ്ഞു, ദൈവം ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണേ. പിന്നെ മുത്തശ്ശിയും പറയാം, ആ കുട്ടി എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്, ഇനി ആൾക്കാർ അവന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നൊക്കെ വിചാരിക്കാവോ എന്നൊക്കെ പറയുകയാണേ. ഈ സമയത്ത് നാരായണൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സീമയും ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നാരായണൻ പറയാണ്, അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്, നിങ്ങൾ പെണ്ണിനെ നോക്കിക്കോളാം പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സീമനെ കാണുമ്പോൾ വീണ്ടും നടക്കേടാവാണ് കേട്ടോ. ഇവനിത് എന്താ പറ്റിയത് എന്ന് മുത്തശ്ശിയും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടി വന്നില്ലേ കാവേരി, ആ പെൺകുട്ടി ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ നരേൻ്റെ മനസ്സ് മാറിയത്. എന്തായാലും ആ പെൺകുട്ടി നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണെന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും സീമ വരികയാണ്, അതേ കല്യാണത്തിന് സമ്മതം പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. എന്ത് കാരണം? അതില്ലേ മറ്റേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സീമയ്ക്ക് ഓർമ്മ വരും, ദൈവമേ ഇനി ഞാനെങ്ങാനും ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് നരമോനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും. വേണ്ട, അത് പറയണ്ട. നീ എന്താ പറഞ്ഞത്? അല്ല, ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എന്ത് ആക്സിഡൻറ്റ്? നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, എൻ്റെ കയ്യിൽ നിന്നൊരു ജഗ് വീണ് പൊട്ടി, അത്രേ ഉള്ളൂ എന്ന് പറയട്ടോ. അതുകൊണ്ടാണോ നേരം കല്യാണത്തെ സമ്മതിച്ചത്? ഇവിടെ ഒരു കാര്യം, ഇവർക്ക് ഇതുവരെയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ പറയാണ്, പണം അടിക്കണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം, BP ഒക്കെ ലോ ആണ്, ശ്വാസം മുട്ടൽ കൂടുതലുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. പണം അടച്ചാൽ മാത്രമേ ഒരു ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും കാവേരി അവിടേക്ക് കയറി വരാണ് കേട്ടോ. കാവേരി ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ കാവേരി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് പണം അടച്ചാലല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ദിവസം കൂടുന്തോറും അവസ്ഥ മോശമായി വരില്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം ഗംഗ ചെന്നിട്ട് കാവേരിയോട്, കേട്ടില്ലേ നീ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ക്യാഷ് അടയ്ക്കാൻ നോക്ക്, ക്യാഷ് അടയ്ക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശാരദ പറയുന്നതിലും ഭേദം വീട്ടിൽ കിടക്കായിരുന്നല്ലോ, ഇതിപ്പോൾ ഇവിടെ വെറുതെ വന്ന് കെട്ടിക്കെടുക്കണ പോലെ ഉണ്ടല്ലോ എന്ന് പറയട്ടോ. ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല ചേച്ചി, എന്തായാലും ഞാനൊന്ന് അവരെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കാവേരി അടന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നിവിനെയും രാഗിണിനെയാണ് കേട്ടോ. രാഗിണി ഓറഞ്ചൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ നിവിൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രാഗിണി എന്നത് കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാനാണ് ഇങ്ങനെ നിന്നെ ഇവിടേക്ക് എത്തിച്ചതെന്നൊക്കെ പറയട്ടോ. എൻ്റെ കൂടി എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് നിന്നെ കാണണ്ട, നിന്നോട് ആര് പറഞ്ഞിട്ട് ഇവിടെ വരാമെന്ന് പറയാം കേട്ടോ. വണ്ടി അടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി ആംബുലൻസിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അറ്റൻഡർമാരെയും നഴ്സുമാരെയൊക്കെ കാല് പിടിച്ച് നിനക്ക് നല്ല ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് AC റൂം എടുത്ത് താമസിച്ചപ്പോൾ ഇപ്പം ഞാൻ വേണ്ടാതായോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. നിൻ്റെ അച്ഛൻ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് പറയാം കേട്ടോ. ആണോ? അതെ, അച്ഛനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എടി നീ എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയും എന്നിവൻ പറയാൻ കേട്ടോ. ഞാനിങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ രണ്ടുപേരും കൂടെ തല്ലുപിടിക്കുന്ന സമയത്ത് അവിടേക്ക് ഈ സിസ്റ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്ററെ കാണുന്ന രാഗിണിയാണെന്നുണ്ടെങ്കിൽ നീവിനോട് കൂടുതൽ അടുത്ത് സ്നേഹത്തോടുകൂടി പെരുമാറാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നോക്കി സിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ, ദേ അവർ നിന്നെ ചികിത്സിച്ച് ഈ രീതിയിലാക്കിയതല്ലേ, അവരെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും വേണ്ട. അതെ, ഞങ്ങളിങ്ങനെയാണ്, എപ്പോഴും വഴക്ക് കൂടും, ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, പുറമെ എപ്പോഴും തല്ലൂട്ടാ, പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ രാഗിണിയെ അഭിനയിക്കും കേട്ടോ. നിവിനാണോ അതിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ച് കളയും കേട്ടോ. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറയാതെ സ്കാനിങ്ങിന് കൊണ്ടുപോകാനായിട്ട് വന്നതാണ്, വീൽ ചെയർ വേണം. വേണ്ട, വീൽ ചെയർ വേണ്ട, ഞാൻ നടന്നു വന്നോളാം എന്ന് പറയാനേ. അങ്ങനെ നിവിൻ എഴുന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതുക്കനെ രാഗിണി പിടിക്കുന്നുണ്ടെങ്കിലും നിവിനെ അതിന് സമ്മതിക്കാതെ മാറടി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കാവേരി ആണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ, വിഷമിച്ചിട്ട് പൈസയുടെ കാര്യം ആലോചിച്ചിട്ട്. അന്നേരം അപ്പുറത്ത് സിസ്റ്റർ വന്നിട്ട് പറയാം, അപ്പുറത്തെ കപ്പിൾസ് നല്ല രസമുണ്ട് അവരുടെ വഴക്കൊക്കെ കേട്ടിരിക്കാനായിട്ടെന്ന് പറയും കേട്ടോ. അങ്ങനെ രാഗിണിനെക്കുറിച്ചും നിവിനെക്കുറിച്ചും ഇവർ ഈ സിസ്റ്റർമാർ പറയണത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആരാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് തൊട്ട് മുന്നിലൂടെ
നിവിനും രാഗിണിയും കൂടെ നടന്നു പോകുന്നത്. അപ്പോൾ സിസ്റ്റർ വെറുതെ കണ്ടില്ലേ, ആ കപ്പിൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്ന് പറയൂ കേട്ടോ. പെട്ടെന്ന് നിവിൻ വീഴാൻ പോകുമ്പോഴേക്ക് രാഗിണി കയറി പിടിക്കുന്നുണ്ട്. പക്ഷേ കാവേരി എന്നിട്ട് ആകെ വിഷമത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ വിഷമാവുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കൂടെ പോകുന്ന കാണുമ്പോൾ അപ്പോൾ കാവേരി മനസ്സിൽ പറയുന്നുണ്ട്, കാവേരി നീ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്, പണത്തെക്കുറിച്ച് മാത്രം നീ ഇപ്പോൾ ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും നീ ചിന്തിക്കണ്ട എന്ന് പറയും. ഇതേ സമയം രാഗിണിയുടെ കൈ തട്ടി മാറ്റിയിട്ട് നിവിൻ ഒറ്റയ്ക്ക് സ്കാൻ ചെയ്യാൻ പോകും. പിന്നെ കാണിക്കുന്നത് നരേനാണ്. നരേൻ ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് എന്തോ മെയിലൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗായത്രി ശിവരാജനോടേക്ക് വരികയാണ് കേട്ടോ. എടാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇന്നൊരു പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ, നീ ഒന്ന് പോയിട്ട് ഡ്രസ്സ് ചെയ്യുക. ഇളയമ്മേ അവരിങ്ങോട്ടല്ലേ വരുന്നത്, പിന്നെ ഞാൻ എന്തിനാണ് ഡ്രസ്സ് ചെയ്യുന്നത് നോക്കാൻ കേട്ടോ. പിന്നെ ചെയ്യണ്ടേ എന്ന് പറയട്ടോ. ഇളയമ്മേ ആ കാലഘട്ടമൊക്കെ പോയില്ലേ, ഇതിപ്പോൾ വേറെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ പെണ്ണ് കാണലിൻ്റെ ഇങ്ങനെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയട്ടെ. ഒരു എഗ്രിമെൻ്റ് ആണല്ലോ, ഒരു പെണ്ണും ആണും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണല്ലോ വിവാഹം. നീ എന്തീ പറയുന്നത്, അതേ കണ്ടില്ലേ, ഇപ്പം തന്നെ ഞാൻ കോടികളുടെ ഒരു ബിസിനസ്സാണ് ഇവിടെ നിന്ന് സൈൻ ചെയ്തത്, അതുപോലെയാണ് അവിടെ വിവാഹം എന്താ എഗ്രിമെൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് ശിവേട്ടാ, നിങ്ങൾ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയട്ടോ. അപ്പോൾ ശിവരാജൻ പറഞ്ഞ, മോനെ അത് നീ ഇപ്പോൾ തൽക്കാലം ഒരു വിവാഹത്തിന് എഗ്രിമെൻ്റ് ആയിട്ടൊന്നും കണക്ക് കൂട്ടണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കല്യാണം തേങ്ങാക്കൊലയാണ്, നീ തൽക്കാലം കല്യാണമൊന്നും കഴിക്കാൻ ഞാൻ പറയില്ല. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ വലിയൊരു വയ്യാവലിയാണ്. നീ പറഞ്ഞതുപോലെ ബിസിനസ്സുകൾ കോടികളുടെ ബിസിനസ് നടത്തൂലേ, അതുപോലെ ഒരു എഗ്രിമെൻ്റാണ്. പക്ഷേ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് പിരിഞ്ഞു പോകാം. പക്ഷേ നമുക്കോ കല്യാണം കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ പറ്റുമോ? പിന്നെ ഡിവോഴ്സിൻ്റെ സംഭവം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വക്കീൽ, കോടതി, ഫീസ്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഡിവോഴ്സ് ഇല്ല, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ, ഗർഭം, മക്കൾ, ചിലവ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വയ്യാവേലിയാണ്. എന്തായാലും ഒരാൾ സ്വതന്ത്രനായി നടക്കണ കാണുമ്പോഴേ സ്വതന്ത്രനല്ലാത്ത ആളാണ് കല്യാണത്തിന് നിർബന്ധിക്കുന്നത്. മോൻ എന്തായാലും കല്യാണം കഴിക്കണ്ട. പക്ഷേ നരേൻ പറയുന്നത്, എനിക്ക് എന്തായാലും കല്യാണം കഴിക്കണം, എന്തായാലും ഞാൻ ആ കുരിക്കിലൊന്ന് ചെന്ന് ചാടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നരേൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കാവേരിനെയാണ്. കാവേരി ഇങ്ങനെ പണത്തിൻ്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ വരുന്ന നേരത്ത് പെട്ടെന്ന് രാഗിണി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടുപേരും നമ്മൾ കൂട്ടിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാവേരി സോറി പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് രാഗിണീനെ കാണുന്നത്. അപ്പോൾ രാഗിണിയാണെന്ന് ദേഷ്യത്തോട് കൂടിയിട്ട്, എന്താടി നീ ഇവിടെ, നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്താടി ഈ ഹോസ്പിറ്റൽ നിൻ്റെ അച്ഛൻ്റെ വകയാണോ എന്ന് കാവേരി രാഗിണിയോട് ചോദിക്കാൻ കേട്ടോ. നീ നിവിൻ്റെ മുറിക്ക് പോയി നിവിനെ കണ്ടിട്ടാണോ വരുന്നത്, വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയട്ടോ. ഞാനിങ്ങനെ ഒരു വിരലിൽ ഞൊടിച്ചിരുന്നെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ നിന്ന് നിന്നെ കാലിൽ തൂക്കി വാരി അടിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് നിവിൻ എന്നെ വലിച്ചു കയറ്റുമായിരുന്നു. നിനക്കറിയാലോ, ഞാൻ വേണ്ടാന്ന് വെച്ച ജീവിതമാണ് ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിൻ്റെ ഭർത്താവിനെ കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാഗിണിക്ക് മനസ്സിലായി രാഗിണിയുടെ കല്യാണം കഴിഞ്ഞെന്നാണ് കാവേരി വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം കാവേരി പറയുന്നുണ്ട്, ഞാൻ നൽകിയ ഭിക്ഷയാണ് നിനക്ക് കിട്ടിയ ജീവിതം എന്ന് പറയുമ്പോഴേക്കും രാഗിണിക്ക് ദേഷ്യം വന്നിട്ട് രാഗിണി അടിക്കാനായിട്ട് കൈ വാങ്ങുമ്പോൾ കാവേരിയെ കൈ കയറി പിടിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ പ്രമോണ് കാണിച്ചിട്ടുള്ളത്. പ്രമോയിൽ ഓണാഘോഷമാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ വലിയ കളമൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ നിളമോൾ അവിടെ വന്ന് കണ്ടിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ട് കാവേരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാവേരിനോട് സ്വപ്നത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. അച്ഛനെയാണ് സ്വപ്നം കണ്ടത്. അച്ഛൻ എന്നോട് പറയാണ്, മോളെ നീ ഇങ്ങോട്ട് പോര് എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കാവേരിക്ക് വല്ലാത്ത സങ്കടവും പേടിയൊക്കെ തോന്നാണ് കേട്ടോ. മോൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ നിളമോളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ പെണ്ണ് കാണലാണ് കാണിക്കുന്ന നരേൻ്റെ പെണ്ണ് കാണലിന് പെണ്ണിനോട് തുറന്നു പറയേണ്ടത്, നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല, നമ്മൾക്കൊരു കുഞ്ഞും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ബന്ധമൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പെണ്ണ് കരഞ്ഞായിട്ട് അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. അവർ ഓടിപ്പോവുകയാണ്. അങ്ങനെ മുത്തശ്ശി വീണ്ടും നരേനെ വഴക്ക് പറയുന്നതും കൂടി പ്രമോദ് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.